Good morning students. Welcome to Political Science class 7. Today we are going to study the remaining part of the lesson on equality. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് സ്റ്റോറിയാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഓംപ്രകാശ് വാൽമീകിയുടെയും അൻസാരിയുടെയും രണ്ട് സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് recognizing dignity and equality in Indian democracy. ഈ രണ്ട് മെയിൻ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന recognizing dignity. Okay, recognizing dignity. You have understood by now that the caste we are born into, the religion we practice, the class backgrounds we come from, whether we are male or female, these are often the things that determine why some people are treated unequally. Omprakash Valmiki and Ansaris are being treated unequally on the basis of difference of a caste and religion. Okay, അപ്പം ഇപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിൽ ഇൻഈക്വാലിറ്റിക്ക് കാരണമായുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതായത് കാസ്റ്റ്, റിലിജന്, ക്ലാസ് ബാക്ക്ഗ്രൗണ്ട്, ജെൻഡർ മുതലായവയാണ് ഇൻഈക്വാലിറ്റിക്ക് കാരണമായ കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് സ്റ്റോറി നേരത്തെ വായിച്ചിരുന്നു. ഏതാണ്? ഓംപ്രകാശ് വാൽമീകിയുടെയും അൻസാരിയുടെയും, അല്ലേ? അപ്പോൾ അതിൽ ഓംപ്രകാശ് വാൽമീകിക്ക് എന്താ സംഭവിച്ചത്? അവിടെ കാസ്റ്റ് ആയിരുന്നു പ്രശ്നം. എന്നാൽ അൻസാരിക്ക് റിലിജനായിരുന്നു പ്രശ്നം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇന്ത്യയിൽ ഇൻഈക്വാളിറ്റിക്ക് മെയിനായിട്ടുമുള്ള കാരണം കാസ്റ്റും റിലിജനുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, വെൻ പേഴ്സൺസ് ആർ ട്രീറ്റഡ് അൺഈക്വലി ദ ഡിഗ്നിറ്റി ഈസ് വയലേറ്റഡ്. ഇപ്പം നമ്മൾ ഒരാളെ അൺഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡിഗ്നിറ്റി ആണ് വയലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്നിറ്റി എന്ന് പറയാൻ എന്താണ്? അന്തസ്സാണ് വയലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് കഥ പഠിച്ചു. ആ കഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഓംപ്രകാശ് വാൽമീകി എന്താണ് അവിടെ ഹെഡ് മാസ്റ്റർ സ്കൂള് തൂക്കുകയൊക്കെ ചെയ്യിച്ചില്ലേ? അപ്പോൾ അവിടെ കാസ്റ്റായിരുന്നു മെയിനായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ അൻസാരിക്ക് വന്ന പ്രോബ്ലം എന്തായിരുന്നു? അവിടെ റിലിജനായിരുന്നു പ്രോബ്ലമായിട്ട് വന്നത്. ഓക്കെ, ഓംപ്രകാശ് ആൻഡ് അൻസാരിസ് ഡു നോട്ട് deserve to be treated like this. They deserve the same respect and dignity as anyone else. ഓക്കെ, അപ്പം ഈ ഓംപ്രകാശ് വാൽമീകിക്കും അൻസാരിക്കും അവരുടെ ഡിഗ്നിറ്റിയാണ് വയലേറ്റ് ആയത്, അല്ലേ? അപ്പം എല്ലാവരെയും ഈക്വലായിട്ട് കാണണം, അവരെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ഈക്വാലിറ്റി ഇൻ ഇന്ത്യൻ ഡെമോക്രസി. The Indian Constitution recognizes every person as equal. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എല്ലാവരെയും ഈക്വലായിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ഇൻ ദി കൺട്രി ഇൻക്ലൂഡിംഗ് മെയിൽ ആൻഡ് ഫീമെയിൽ പേഴ്സൺസ് ഫ്രം ഓൾ കാസ്റ്റസ്, റിലിജൻസ്, ട്രൈബ്സ്, എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് ഈക്വൽ. അപ്പം എല്ലാവരെയും ഈക്വലായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് അവർ മെയിലോ ഫീമെയിലോ ഏത് കാസ്റ്റിൽപ്പെട്ടതോ ഏത് റിലിജനിൽപ്പെട്ടതോ എന്തുമാകട്ടെ, വിദ്യാഭ്യാസമുള്ളവരോ വിദ്യാഭ്യാസമില്ലാത്തവരോ പാവപ്പെട്ടവരോ പണക്കാർ എന്തുമായിക്കോട്ടെ, എല്ലാവരെയും ഈക്വലായിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ദിസ് ഈസ് നോട്ട് ടു സേ ദാറ്റ് ഇൻഈക്വാലിറ്റീസ് ഈസ് ടു എക്സിസ്റ്റ്. It does not, but at least in democratic India, the principles of the equality of all persons is recognized. ഓക്കെ, അപ്പം ഇവിടെ ഇൻഈക്വാളിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലേ? എന്നല്ല, അതായത് ഇൻഈക്വാലിറ്റി ഉണ്ട് ഇവിടെ, എന്നാലും ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഈക്വലായിട്ട് എല്ലാവരെയും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻഈക്വാലിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഓംപ്രകാശ് വാൽമീകിയുടെ സ്റ്റോറി വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഗവൺമെൻറ് എല്ലാവരെയും ഈക്വലായിട്ടാണ് കാണുന്നത്, എങ്കിലും ഇൻഈക്വാലിറ്റി നിലനിൽക്കുന്നുണ്ട്. വൈൽ ഏർലിയർ
No law existed to protect people from discrimination and ill treatment. Now there are several that work see that pupils are treated with dignity and as equal. അപ്പം ആദ്യം ലോ ഒന്നും ഇല്ലായിരുന്നു അല്ലേ, ഡിസ്ക്രിമിനേഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലോയും ആദ്യമില്ലായിരുന്നു. ഇപ്പം ഒരുപാട് ലോയൊക്കെ വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? എല്ലാവരെയും ഈക്വലായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ദിസ് റെക്കഗ്നേഷൻ ഓഫ് ഈക്വാളിറ്റി ഇൻക്ലൂഡ്സ് സം ഓഫ് ദി ഫോളോവിങ് പ്രൊവിഷൻസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഇവിടെ ഈക്വാളിറ്റിക്ക് ചില പ്രൊവിഷൻസൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദ പ്രൊവിഷൻസ് പ്രൊവൈഡഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു പ്രൊട്ടക്റ്റ് ഈക്വാളിറ്റി? ഇപ്പോൾ ഈക്വാളിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പ്രൊവിഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ആർ ദ പ്രൊവിഷൻസ് പ്രൊവൈഡഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു പ്രൊട്ടക്റ്റ് ഈക്വാളിറ്റി? ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ 4 എണ്ണമുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് ദാറ്റ് എവരി പേഴ്സൺ ഈസ് ഈക്വൽ ബിഫോർ ദ ലോ. ഒന്നാമത്തെ കാരണം എന്താണ്? എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഓക്കെ, അതൊരു എക്സാമ്പിളായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ദിസ് മീൻസ് ദാറ്റ് എവരി പേഴ്സൺ ഫ്രം ദ പ്രസിഡൻറ്റ് ഓഫ് ദ കൺട്രി ടു കാന്ത ദ ഡൊമസ്റ്റിക് വർക്കർ ഹാസ് ടു ഒബേ ദ സെയിം ലോസ്. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ ഡൊമസ്റ്റിക് വർക്കറായ കാന്ത വരെ ഒരേ നിയമമാണ് ഉള്ളത്. അവർക്കെല്ലാം ഒരേ നിയമമാണുള്ളത്. എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ ഈക്വലാണ്. അപ്പോൾ എല്ലാവരും ലോയ്ക്ക് മുന്നിൽ ഈക്വലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്നാണ് നമ്മുടെ? വാട്ട് ആർ ദ പ്രൊവിഷൻസ് പ്രൊവൈഡഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു പ്രൊട്ടക്റ്റ് ഈക്വാളിറ്റി? അതിൻ്റെ ഒന്നാമത്തെ ആൻസറാണ് എവരി പേഴ്സൺ. ഫസ്റ്റ് എന്താണ് പറയുന്നത്? എവരി പേഴ്സൺ ഈസ് ഈക്വൽ ബിഫോർ ദ ലോ. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഓക്കെ, ഇനി സെക്കൻഡ് നോക്കിയേ. സെക്കൻഡ്, നോ പേഴ്സൺ ക്യാൻ ബി ഡിസ്ക്രിമിനേറ്റഡ് എഗൻസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ റിലീജൻ, റേസ്, കാസ്റ്റ്, പ്ലേസ് ഓഫ് ബർത്ത് ഓർ വെദർ ദേ ആർ ഫീമെയിൽ ഓർ മെയിൽ. ഇപ്പോൾ രണ്ടാമത്തെ ആൻസർ ഏതാണ്? ആരെയും അല്ലേ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ ജെൻഡറിൻ്റെയോ പ്ലേസ് ഓഫ് ബർത്തിൻ്റെയോ ഒന്നിൻ്റെയും അടിസ്ഥാനത്തിൽ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് രണ്ടാമത്തേത്. അപ്പോൾ ഫസ്റ്റ് ഏതാണ് നമ്മൾ പഠിച്ചത്? എവരി പേഴ്സൺ ഈസ് ഈക്വൽ ബിഫോർ ദ ലോ. സെക്കൻഡ്, നോ പേഴ്സൺ ക്യാൻ ബി ഡിസ്ക്രിമിനേറ്റഡ് എഗൻസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിലിജൻ, റേസ്, കാസ്റ്റ്, പ്ലേസ് ഓഫ് ബർത്ത് ഓർ വെദർ ദേ ആർ ഫീമെയിൽ ഓർ മെയിൽ. ഓക്കെ, ഇപ്പോൾ രണ്ടെണ്ണം നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അടുത്ത നോക്കിയേ. തേർഡ്, മൂന്നാമത്തേതാണ് എവരി പേഴ്സൺ ഹാസ് ആക്സസ് ടു ഓൾ പബ്ലിക് പ്ലേസസ് ഇൻക്ലൂഡിങ് പ്ലേ ഗ്രൗണ്ട്സ്, ഹോട്ടൽസ്, ഷോപ്സ് ആൻഡ് മാർക്കറ്റ്സ്. മൂന്നാമത്തെ, എല്ലാവർക്കും പബ്ലിക് പ്ലേസിൽ ഈക്വലായിട്ടുള്ള ആക്സസ്സാണ്, എബിലിറ്റിയാണ് ഉള്ളത്. അപ്പം എല്ലാവർക്കും പബ്ലിക് പ്ലേസ് ഒരുപോലെയാണല്ലേ? അല്ലെ പണക്കാർക്കും പാവപ്പെട്ടവർക്കും പ്രത്യേകത വല്ലതും ഉണ്ടോ? ഇല്ല. അതായത് പ്ലേ ഗ്രൗണ്ടും ഹോട്ടൽസും മാർക്കറ്റും റോഡും വെല്ലും എല്ലാം എല്ലാവർക്കും ഈക്വലായിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അടുത്ത നോക്കിയേ. ഓൾ പേഴ്സൺസ് ക്യാൻ യൂസ് പബ്ലിക്കലി അവൈലബിൾ വെൽസ്, റോഡ്സ് ആൻഡ് ബാത്തിങ് ബെഡ്സ്. ഫോർത്ത് വൺ, അൺടച്ചബിലിറ്റി ഹാസ് ബീൻ അബോളിഷ്ഡ്. നാലാമത്തെ എന്താണ്? അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തു. ഈ 4 കാര്യമാണ് ഗവൺമെൻറ് എന്താണ്? വാട്ട് ആർ ദ പ്രൊവിഷൻസ് പ്രൊവൈഡഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു പ്രൊട്ടക്റ്റ് ഈക്വാളിറ്റി എന്നുള്ളതിൻ്റെ ആൻസർ. ഓക്കെ, ഏതാണെന്ന് ഒന്നുകൂടെ നോക്കിക്കോ. ഫസ്റ്റ്, എവരി പേഴ്സൺ ഈസ് ഈക്വൽ ബിഫോർ ദ ലോ. Second, no person can be discriminated against on the basis of their religion, race, caste, place of birth or whether they are female or male. Third one, every person has access to all public places including playgrounds, hotels, shops and markets. Fourth one എന്താണ്? Untouchability has been abolished. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, then next നോക്കിയോ. The 2 ways in which the government has tried to implement the equality.
അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, വിച്ച് ആർ ദ വേസ് ത്രൂ വിച്ച് ഗവൺമെൻറ് ഹാസ് ഇംപ്ലിമെൻറ്റഡ് ഈക്വാളിറ്റി. അപ്പോൾ ഗവൺമെൻറ് ഈക്വാലിറ്റി കൊണ്ടുവരുന്നതിന് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? 2 വഴികളിലൂടെയാണ് ഗവൺമെൻറ് ഈക്വാലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഗ്യാരണ്ടീഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫസ്റ്റ് ത്രൂ ലോസ്. ആദ്യത്തെ എന്താണ്? നിയമം അല്ലേ? ഫസ്റ്റ് വൺ ലോസും, സെക്കൻഡ് വൺ എന്താണ്? സെക്കൻഡ് ത്രൂ ഗവൺമെൻറ് പ്രോഗ്രാംസ് ഓർ സ്കീംസ് ടു ഹെൽപ്പ് അഡ്വാൻറ്റേജഡ് കമ്മ്യൂണിറ്റീസ്. ഓക്കെ, അപ്പം വിച്ച് ആർ ദ വേസ് ത്രൂ വിച്ച് ഗവൺമെൻറ് ഹാസ് ഇംപ്ലിമെൻറ്റഡ് ഈക്വാലിറ്റി എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ എന്താണ്? ലോസും, സെക്കൻഡ് ഗവൺമെൻറ് പ്രോഗ്രാംസ് ഓർ സ്കീംസും. ഓക്കെ, അപ്പോൾ ഈ 2 വഴികളിലൂടെയാണ് ഗവൺമെൻറ് ഈക്വാളിറ്റി കൊണ്ടുവന്നത്. There are several laws in India that protect every person's right to be treated equally. In addition to laws, the government has also set up several schemes to improve the lives of communities and individuals who have been treated unequally for several centuries. These schemes are to ensure greater opportunities for people who have not had this in the past. അപ്പം ലോയും ഗവൺമെൻറ് സ്കീമും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലേ. ഇൻഈക്വാളിറ്റി ഫേസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അൺഈക്വലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ലോസും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലായോ? നിങ്ങളിത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ.